ഹായ്, ഫുജാറ ടു അജ്മാനിലേക്ക് പോകുന്ന വീണ്ടും ഒരു യാത്രയായിട്ടാണ് ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് വന്നത്. സെയിം സ്ഥലത്തേക്കാണ് പോകുന്നതെങ്കിലും നമ്മൾ ഓരോരോ യാത്രയിൽ നമ്മൾ അനുഭവിക്കുന്ന അനുഭവങ്ങൾ മാറ്റം ഉണ്ടാവില്ല. അതുകൊണ്ടാണ് ഞാൻ വീണ്ടും അതേ സ്ഥലമായിട്ട് എത്തിയത്. നമ്മൾ അജ്മാനിലെത്തി. ഒരുപാട് യാത്ര അങ്ങോട്ട് ചെയ്യാനുണ്ട്, ഒരു 1.5 മണിക്കൂറോളം പോകാനുണ്ട്. അപ്പോൾ അത് കഴിഞ്ഞ് നമ്മൾ അവിടെ എത്തുമ്പോൾ ലേറ്റ് ആവും. എന്തായാലും നമ്മൾ ഇവിടുന്ന് ഒരു 6-7 മണിയൊക്കെ ആകുമ്പോഴാണ് ഇവിടുന്ന് ഫുജേറ നമ്മൾ പുറപ്പെടൽ. അജ്മാനിലെത്തുമ്പോൾ നമ്മൾ ഒരുപാട് ലേറ്റ് ആവും. അപ്പോൾ അവിടെ നമ്മൾ ഫുഡ് കഴിച്ച് റൂമിലേക്ക് പോകലാണ്. നമ്മൾ അവിടുന്ന് പാനൂർ റെസ്റ്റോറൻറ്റിലാണ് കയറിയത്. അടിപൊളി ഫുഡായിട്ട് ഞങ്ങൾ ഇതിന് മുന്നേ അവിടെ കയറിയിട്ടുണ്ട്. ഒരുപാട് ഷോപ്പ് ഇവൽക്കുണ്ട് എല്ലായിടത്തും. അപ്പോൾ നമ്മൾ അവിടുന്ന് ലുലുവിൻ്റെ അടുത്തുള്ള പാനൂർ റെസ്റ്റോറൻറ്റിലാണ് കയറി. അപ്പോൾ അവിടെ നമ്മൾ പത്തലും നെയ്പത്തലും പൊറാട്ടയും പോത്തുംകാലുമാണ് വാങ്ങിയത്. അപ്പം നമ്മളൊരു യുദ്ധത്തിന് വേണ്ടി പോകാനുള്ളൊരു പുറപ്പാടിലാണ്. ഒരു യുദ്ധം തന്നെ ചെയ്യാനുള്ള. അപ്പം ഞാനിതൊന്ന് അവളെ കാണിച്ചിടാൻ വേണ്ടി ഇങ്ങോട്ട് എടുത്തതിന് ശേഷം കയ്യിൽ നിന്ന് തെന്നി മാറി എല്ലാവരെയും മേത്തക്കൊക്കെ തെറിച്ച് എൻ്റെ കഷ്ടപ്പാട് കണ്ടിട്ട് അവിടെയുള്ള ആളെന്നെ വന്ന് ഞങ്ങൾക്ക് യുദ്ധഭൂമി ഭാഗം തിരിച്ചു തന്നിട്ടുണ്ട്. അല്ലെങ്കിൽ ഞങ്ങൾ അവിടെ അടിയും പിടിയും ആവുമെന്ന് കരുതിയിട്ട് അങ്ങനെ നമ്മൾ അവിടുന്ന് ഫുഡൊക്കെ കഴിച്ച് നല്ല അടിപൊളി ടേസ്റ്റ് ഉണ്ടായി കേട്ടോ. ഈ പോത്തുംകാലിൻ്റെ ഉള്ളിലുള്ള ഈ മജ്ജെടുക്കാൻ വേണ്ടി ഞങ്ങൾ ഒരുപാട് ശ്രമിച്ചു, എത്ര കൊട്ടിട്ടും വരുന്നില്ല. അങ്ങനെ എൻ്റെ കൈ കൊഴിഞ്ഞ് ഞാനവിടെ ഫോൺ ഓഫാക്കി വെച്ചപ്പോൾ അതിന് ചാടും ചെയ്ത്. അപ്പോൾ അത് ഇതിൽ കാണാൻ പറ്റില്ല, നല്ല ഭംഗിയുണ്ടായി ചാടുന്നതാണ്. പക്ഷേ ഫോൺ എടുത്തപ്പോഴേക്കും അത് കഴിഞ്ഞ് പോയി, എന്നെ ഫോൺ പോയി. അപ്പോൾ അത് കിട്ടില്ല. പക്ഷെ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അത് നമ്മൾ പൊറാട്ടയിലൊക്കെ വെച്ച് നല്ല കൊഴിച്ചടിച്ച് നല്ല ടേസ്റ്റ് ഉണ്ട്. ഒരു യുദ്ധം കഴിഞ്ഞ കോളേജിൽ ഞങ്ങൾ ടേബിളാക്കി പോന്നിട്ടുണ്ട്. എന്നാലും അപ്പോൾ ഇന്നത്തെ ക്ഷീണം ഞങ്ങൾ റൂമിൽ പോയി തീർക്കട്ടെ. ഞാൻ നടന്നു വരുന്നൊരു വീഡിയോ എടുക്കാൻ മോനോട് പറഞ്ഞതിന് ശേഷം അത് ബാഗൊക്കെ വീണ് ആകെ കുളമായി. അപ്പോൾ ഇന്നത്തെ വിശേഷം ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഒന്ന് പോയി റൂമിലൊന്ന് പോയി ഈ യുദ്ധം കഴിഞ്ഞ് റെസ്റ്റ് എടുക്കട്ടെ. നാളത്തെ വിശേഷമായി വീണ്ടും ഒരു വ്ലോഗ് കാണാൻ.